പാലക്കാട് MLA-ക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം തെരുവ് പട്ടിയുടെ പ്രശ്നം കഴിഞ്ഞില്ലേ? മാറ്റണമെന്നതുൾപ്പെടെയുള്ളതാണ് വാർത്തകൾ വരുന്നത്. അത് എത്രത്തോളം പ്രായോഗികമായി കഴിയും? അതെ, അത്തരത്തിലുള്ള ചില വാർത്തകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. ഇതെല്ലാം നേരത്തെ ഇങ്ങനെ പല അഭിപ്രായ പ്രകടനങ്ങളും നടന്നിട്ടുണ്ട്. അത് ഒന്നും പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത്. കാരണം തെരുവ് നായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക? ഇപ്പോൾ കേരളം നേരിടുന്നൊരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനമാണ്. ഇവിടെ നഗരഗ്രാമ വ്യത്യാസമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ തന്നെ ഭൂമി കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. അപ്പോഴെങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കളെക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക? ABC കേന്ദ്രം ആരംഭിക്കുന്നതിന് എതിരെ ജനങ്ങളുടെ പ്രതിഷേധം, ഷെൽട്ടർ ആരംഭിക്കാൻ പോയാൽ അവിടെയും പ്രതിഷേധം. അപ്പം അതുകൊണ്ട് കുറേ കൂടി പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ അത്തരമൊരു കാര്യമാണ് സംസ്ഥാനത്തോട് സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും ആവശ്യപ്പെടുന്നെങ്കിൽ കേരളം എന്തായിരിക്കും കോടതിയിൽ അറിയിക്കുക? അല്ല, അത് ആവശ്യപ്പെടുമ്പോൾ പറയാം. നമ്മളിപ്പോൾ അഫിഡവിറ്റിൽ നമ്മുടെ കുറേ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരിടുന്ന പ്രയാസം നിലവിൽ നമ്മൾ തെരുവുനായ വന്ധീകരണം അടക്കമുള്ള കാര്യങ്ങളുള്ള നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം പ്രായോഗികമായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. അത് കോടതി സ്വീകരിച്ചിട്ടുണ്ട്, അഫിഡവിറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം കോടതിയിൽ നിന്ന് പുതുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ഡയറക്ഷൻ ഉണ്ടായിട്ടില്ല. നിലവിലുള്ള കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്.